ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ വീഡിയോ നിർത്തിയോടത്ത് വെച്ച് തന്നെ തുടങ്ങാം. പിന്നെ നമ്മൾ നേരെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ മെയിൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ മുന്നേ നമ്മളെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഫുഡ് അടിക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണിത്. ഫുഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നടത്തം കണ്ടോ, മമ്മൂട്ടി ലെവൽ എൻട്രിക്കാണ്. എങ്ങോട്ടാന്നുള്ള താഴെ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ. അകത്തേക്ക് കയറി അവിടെ തന്നെ ആംബിയൻസ് ഏതായാലും നല്ല രസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടുത്തെ ഫുഡും അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് ക്യാമറ കൊണ്ടിട്ട് നമ്മളെ നേരെ ചെന്നപ്പോൾ അതേ കണ്ട ആ ഒരു എക്സ്പ്രഷനിലുള്ള ചേഞ്ച് ഏതാ ഓസ്കാർ ലെവൽ ചിരി. ആ ചിരിക്ക് കൊടുക്കണം ലൈക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയത് ഇതേ മെനു കാർഡായിരുന്നു. ഇവൻ മെനു ഇരുന്ന് പരതി അരച്ച് കലക്കി കുടിച്ചിട്ട് ഏതായാലും ഒന്ന് രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തു. ഐറ്റംസ് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് കൊള്ളത്തുണ്ടാവില്ല എന്ന്. സാധനം കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തപ്പോൾ ഒരുമാതിരി മറ്റേ വിജയ സൂപ്പറും പൂർണ്ണിമയും സിനിമേൻ്റെ അകത്ത് മറ്റേ പിന്നെ എന്തൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ എന്നുള്ള ആ ഒരു രംഗത്തിലാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഏതായാലും അത്യാവശ്യം നല്ല ആംബിയൻസ് ആയിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ സ്റ്റാർട്ടർ ഐറ്റം എത്തി. സ്റ്റാർട്ടർ ഐറ്റം ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു തോന്നുന്നു. ഏതായാലും സോയാ സോസ് കുളിപ്പിച്ചെടുത്ത ചിക്കൻ ഏതായാലും എനിക്കിഷ്ടമായി, അവർക്കും ഇഷ്ടമായിരുന്നു തോന്നുന്നു. നമ്മൾ മൂന്ന് പേരും കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും കുറച്ച് അത്യാവശ്യം മൽപ്പിടുത്തം നടത്തിയിട്ടാണ് കഴിച്ച് തുടങ്ങിയത്. കാരണം വെച്ചാൽ സാധനം ആദ്യം ഞാൻ ഫോക്ക് വെച്ചിട്ട് എടുക്കാൻ നോക്കിയ സമയത്ത് കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടുന്ന് കത്തിയൊക്കെ എടുത്ത് സാധനം മൽപ്പിടുത്തം വഴി കഴിച്ചു. സംഭവം വേർത്തിട്ടായിരുന്നു കേട്ടോ. അത്രയും പരാക്രമം നടത്തിക്കുന്ന സാധനം വേർത്തിട്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് ഏകദേശം സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ട് എത്തി. മെയിൻ കോഴ്സിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പോർഷൻ റൈസ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ BBQ ചിക്കൻ ആയിരുന്നു തോന്നുന്നു. BBQ ചിക്കൻ വിത്ത് സോസ് ഒക്കെ ആയിരുന്നു വന്നിട്ട്. അതിൽ ഒരു പോർഷൻ വെജീസും ഉണ്ടായിരുന്നു. ക്യാരറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബ്രോക്കലി ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് വെജീസ് ആയിരുന്നു വന്നത്. പിന്നെ മൊജിറ്റോസ് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഫ്ലേവർ മാംഗോയും പിന്നെ അതേപോലെ തന്നെ സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈസും ചിക്കനും ഒക്കെ നല്ലായിരുന്നു. പിന്നെ അവൻ്റെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ബീഫ് സ്റ്റീക്ക് എത്തി. ബീഫ് സ്റ്റീക്ക് നമ്മൾ രണ്ടുപേരും കഴിക്കാത്തതുകൊണ്ട് അവനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാനേ. അവൻ അത് കണ്ടുവച്ചിട്ട് ഓർഡർ ചെയ്തതാണോ എന്നാണ് എൻ്റെ സംശയം. അങ്ങനെ നമ്മൾ സംശയിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ റാഹത്തുമ്മൽ പറക്കത്തായി ഫുഡൊക്കെ കഴിച്ചു. ഇത് ഈ മൊജിറ്റോ 2 കുടിച്ചിട്ട് നമ്മള് സെയിം എക്സ്പ്രഷൻ ആണല്ലോ. ഇത് നേതാവൊക്കെ ഇഷ്ടമായി നിങ്ങൾ മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവന്റെ മുഖത്ത് നോക്കിയാൽ ഇവനാണ് പിരികം കൊണ്ട് 2 പൊക്കലെ കാണിച്ചു കഴിച്ചാന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞു. ഈ ലൊക്കേഷന്റെ പേര് വന്നിട്ട് സ്റ്റീം ആൻഡ് മക്സ് എന്നാണ്. അപ്പൊ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. പിന്നെ നമ്മൾ നേരെ ഷൂട്ടിന് വേണ്ടി പോയി അവിടെ എത്തി. പിന്നെ തുടങ്ങിയില്ലേ നമ്മളെ പരാക്രമം. അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്കുക അങ്ങനെ ഫുള്ള് വഴക്കുന്നുള്ളത്. ഇതിന്റെ ഫുൾ ഔട്ട് കാണണം എന്നുള്ളത് നമ്മളെ റീലോ ഷോട്ടോ ചെക്കൗട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഏതായാലും കല്യാണത്തിന് കാണാം. ബൈ.